Hi all, welcome back to Come Learners YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ formation of Na2O as well as formation of MgO by electron dot structure എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. Okay, so let's jump into our first slide. Formation of Na2O. അപ്പോൾ Na2O എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? Sodium and oxygen atoms. Oxygen elements are there. Sodium as well as oxygen elements ഉണ്ട് ഇതിൽ. ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ, അതാണ് ഞാൻ സെഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ആൻഡ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതാണ് EC എന്ന് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിച്ച് ഈസ് 281. സോ K ഷെൽ, L ഷെൽ, M ഷെൽ, 281 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അതിന് വരുന്നത്. ഓക്കെ. ആൻഡ് ഓക്സിജൻ വരുന്ന കേസിൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 26. സോ K ഷെല്ലിലും L ഷെല്ലിലും ആണ് അത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആ ഒരു സോഡിയത്തിന്റെയും അതുപോലെ തന്നെ ഓക്സിജന്റെയും വരുന്ന കേസസ്, അതായത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ബേസിസിലുള്ള അറേഞ്ച്മെന്റ്. അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്നുള്ളത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര വരണം? 8 അല്ലേ? 8 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇവിടെ സോഡിയം വരുന്ന കേസിൽ എന്താണ്? 281 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? അതിൽ 1 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് കൊണ്ട് വിച്ച് ഈസ് നോട്ട് എ സ്റ്റേബിൾ സിസ്റ്റം. സോ ഈ 1നെ കളയണം. അതല്ല നമ്മളൊരു 7 ഇലക്ട്രോൺ ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് അല്ലേ. അതേസമയം ഈ 1നെ എടുത്ത് കളഞ്ഞാൽ എന്താണ്? ഈ 28 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വരികയും അതെന്താവും? അത് സ്റ്റേബിൾ ആവുകയും ചെയ്യും. ഈ ഓക്സിജൻ വരുന്ന കേസിൽ 26. അപ്പോൾ 6 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പോൾ 6 8 ആകണമെങ്കിൽ നമ്മൾ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ മതി അല്ലേ. അതേസമയം 6നെ കളയുന്നതിനേക്കാളും അത് എളുപ്പം 2 ഇലക്ട്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അതിന്റെ ബേസിസിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ആകത്തക്ക രീതിയിൽ അത് വരണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുക്കുന്ന ഒരു രീതിയായിരിക്കാം. അപ്പോൾ ഏതാണ് അതിൽ വരുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇപ്പൊ ഇവിടെ സോഡിയം വരുന്ന കേസിൽ ഒരു ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ അത് സ്റ്റേബിൾ ആയി. അതേസമയം ഓക്സിജൻ വരുന്ന കേസിൽ ഒരു 2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ എന്തായി? അത് സ്റ്റേബിൾ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അതാണ് ഞാൻ ഈ പാരഗ്രാഫ്സിലൊക്കെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇലോബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. Okay, so let's jump into our next slide. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു സോഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതാണല്ലേ. സോ Na ഗീവിങ് Na++ ഇലക്ട്രോൺ എന്ന് പറയും. അപ്പോൾ എന്തായി? Na+ എന്ന് പറയുമ്പോൾ 2 8. അപ്പോൾ 8 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തായി? 8 ഇലക്ട്രോൺസ് ആയി. അതേസമയം ഓക്സിജൻ എന്താണ്? 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയാണല്ലേ. അപ്പോൾ എന്താണ്? O2- ഫോം ചെയ്യും അല്ലേ. സോ 2 6 എന്നുള്ളത് എന്തായി? 2 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ആൻഡ് ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് 2Na+ O2- ഗീവിങ് 2Na+ O2- എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? Na2O സോഡിയം ഓക്സൈഡിന്റെ അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഒരു ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വഴി എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക, ഇതിന്റെ ഫോർമേഷൻ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വീതം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഓക്സിജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 2 ഇലക്ട്രോൺസിനെ വേണമല്ലോ ഇതിന്റെ ബാലൻസി, അതായത് ഇതിന്റെ സ്റ്റേബിൾ സിസ്റ്റത്തിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വേണം. സോ ഒരു 2 ഇലക്ട്രോൺസും കൂടി അഡീഷണൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, എന്നാൽ മാത്രമേ ഇത് സ്റ്റേബിൾ ആകുള്ളൂ. അപ്പൊ എന്താണ്? ഒരു സോഡിയം മാത്രം ഇവിടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ കാര്യം നടക്കൂ? ഇല്ല അല്ലെ. ഒരു സോഡിയം കൂടി ഇവിടെ വേണ്ടി വരും, എന്നാലാണ് എന്താകുള്ളൂ? ഇത് 8 ഇലക്ട്രോൺസിന്റെ ആ ഒരു സ്റ്റെബിലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഓക്സിജന് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 2 സോഡിയം ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 2 സോഡിയം ഇൻവോൾവ് ചെയ്തിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? സോഡിയം ഓക്സൈഡ് ഈസ് ഫോംഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമേഷൻ സ്റ്റെപ്സ് വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് MgO. നമ്മൾ സെയിം Na2O പറഞ്ഞ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയതായിട്ടില്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കാം, മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ വരുന്നത്. സോ 282 ആണ് വരുന്നത് അല്ലെ.
അപ്പോൾ ഇവിടെ എന്താണ് ഈ 2 ഇലക്ട്രോൺസിനെ കളയുക എന്നുള്ളതല്ലേ ഈസി ആയിട്ടുള്ള കാര്യം. അതല്ലാതെ 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്സിജൻ വരുന്ന കേസിൽ എന്താണ് 2 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് 2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സ്റ്റേബിൾ ആകും അല്ലേ. അല്ലാതെ ഈ 6 ഇലക്ട്രോൺ ഉള്ളതും കൂടി കളയുന്നതിനേക്കാളും 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്ന ആ ഒരു മെത്തേഡായിട്ടും വരുന്നത്. ഓക്കെ, സോ ഈ Mg എന്ന് പറയുന്നത് Mg2+ + 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് എന്താണ് 2 6 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 ആയിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഓക്സിജൻ എന്ന് പറയുന്നതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺസിന് ഇതിന് വേണം. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നീഷ്യം തന്നെ 2 ഇലക്ട്രോൺസിനെ കൊടുക്കൂല. അപ്പോൾ നമുക്ക് പിന്നെ 2 മാഗ്നീഷ്യത്തിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ഒരു മാഗ്നീഷ്യം തന്നെ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് കൊണ്ട് പിന്നെ വീണ്ടും മാഗ്നീഷ്യത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മാഗ്നീഷ്യം എടുത്താൽ മതി. അപ്പോൾ ഒരു മാഗ്നീഷ്യത്തിൽ നിന്ന് തന്നെ 2 ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺസിന് ഈ മാഗ്നീഷ്യം കൊടുത്തിട്ടും എന്ത് ഫോം ചെയ്യുന്നു? MgO ഫോം ചെയ്യുന്നു, വിച്ച് ഈസ് എൻ അയോണിക് കോമ്പൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്സുകളും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിന്റെയും ഫോർമേഷൻ ചോദിക്കുമ്പോൾ അതിന്റെ ആറ്റോമിക് നമ്പറിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകും. അതിലെ എലമെന്റ്സുകൾ നോക്കുക, അതിന്റെ ആറ്റോമിക് നമ്പറിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കാം. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എലമെന്റ്സുകളൊക്കെ തന്നെയായിരിക്കും, ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ MgO Na2O ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അതിന്റെ എന്താണ് എലമെന്റിന്റെ നമ്പർ എങ്കിലും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. പിന്നെ സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് സിസ്റ്റം അറ്റൈൻ ചെയ്യേണ്ടത്? 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരണം. അപ്പോൾ 8 ഇലക്ട്രോൺസ് വരത്തക്ക രീതിയിൽ അതിനെ എഴുതണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഇലക്ട്രോൺസിന് കളഞ്ഞാൽ അത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്ന് അത് സ്റ്റേബിൾ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ അതിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്യാൻ പറ്റുന്നതും ഒരെണ്ണം കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എലമെന്റുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോം ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഏതാണ് എവിടെയാണ് എങ്ങനെയാണ് നടക്കണേന്നുള്ളതിനെ പറ്റിയൊരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ടഡ് സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറും കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ. ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ഇതിൽ നിന്ന് നോക്കാവുന്നതാണ്, കുറച്ച് ഇലോബറേറ്റ് ചെയ്ത രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസും കാര്യങ്ങളും ബാക്കിയുള്ള പോയിന്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.